ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ വിജയം വ്യോമസേനയാണ്. വ്യോമസേന ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നൂതന സാങ്കേതികവിദ്യയുള്ള പോർവിമാനങ്ങൾ ആ വ്യോമസേനയിൽ ഉണ്ടായിരിക്കണം. എല്ലാ വർഷവും ആ സാങ്കേതികവിദ്യ പുതുക്കണം. ആ സാങ്കേതികവിദ്യ പുതുക്കുക മാത്രമല്ല, അതിനോടനുബന്ധിച്ച് വരുന്ന ആയുധശേഖരം അതിൽ ഘടിപ്പിക്കത്തക്ക നിലയിലും, അതുപോലെ തന്നെ അത് ശത്രുപാളയത്തിൽ എത്തിക്കത്തക്ക നിലയിലുള്ള ഒരു സാങ്കേതികവിദ്യ ആ പോർവിമാനത്തിൽ ഉണ്ടായിരിക്കണം. അത് മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അമേരിക്കൻ ഐക്യനാടുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓരോ വർഷവും സാങ്കേതികവിദ്യ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 6th ജനറേഷൻ പോർവിമാനം ഈ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കൻ വ്യോമസേനയിൽ വരാൻ പാകത്തിന് ദശലക്ഷം രൂപയുടെ കോൺട്രാക്റ്റ് ബോയിങ് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. ആ പോർവിമാനത്തിൻ്റെ പേരാണ് F-47. F-22 ശേഷം ഇറങ്ങുന്ന ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു പോർവിമാനമായിട്ട് അത് വ്യാഖ്യാനിക്കാം. $20 ബില്യൺ കോൺട്രാക്റ്റാണ് മാർച്ച് 21, 2025 ഡൊണാൾഡ് ട്രംപ് ബോയിങ് കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചത്. അപ്പോൾ അതിന് നൂതന സാങ്കേതികവിദ്യ ഉള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. 2020 മുതലേ അത് പരീക്ഷണഘട്ടത്തിൽ ഇരിക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും അത് അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ഭാഗമാകും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. F-22 പോർവിമാനം ലോകത്തിലെ ഏറ്റവും മുൻനിര വിമാനമാണ്. അതിനെ തോൽപ്പിക്കാൻ തക്കവണ്ണം ഇന്നുവരെ ലോകത്തിൽ ഒരു വിമാനം എഴുന്നേറ്റിട്ടില്ല. അതിനുശേഷമാണ് F-35 വിമാനം അവർ നിർമ്മിച്ചത്. അത് മറ്റുള്ള രാജ്യക്കാർക്ക് വാങ്ങാൻ പാകത്തിനുള്ള ഒരു വിമാനമായിരുന്നു. അത് ഹൊറിസോണ്ടൽ ടേക്ക് ഓഫും ഉണ്ട്, വെർട്ടിക്കൽ ടേക്ക് ഓഫും ഉണ്ട്. അത് അമേരിക്കയുടെ നേവിയാണ് അത് കൊണ്ട് നടന്നിരുന്നത്. അത് നല്ല ചിലവുള്ള ഒരു വിമാനമാണ്. ഇന്ത്യക്ക് ഒരെണ്ണം തരാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തെങ്കിലും ഇന്ത്യ അത് നിരസിച്ചു. കാരണം നമുക്ക് റഫേൽ വിമാനം നമുക്ക് ഉണ്ടല്ലോ. എന്നാൽ ഇനി വരുന്ന പോർവിമാനം ലോകം ഇന്നുവരെ കാണാത്തതായിട്ടുള്ള സാങ്കേതികതയിൽ അധിഷ്ഠിതമായിരിക്കും. എന്തൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും എന്നുള്ളത് അത് ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഏതായാലും ലോകത്തിലെ ഏറ്റവും മുൻനിര സാങ്കേതികതയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതൊരു കിടുകാച്ചി വിമാനം ആയിരിക്കും.